നമസ്കാരം. DA സംബന്ധിച്ച് ഉത്തരവിറങ്ങി. നമ്മൾ ഒരുപാട് ദിവസം മുമ്പ് ഇതിൻ്റെ ഉത്തരവിറങ്ങും എന്ന് പറഞ്ഞിരുന്നു. 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഉത്തരവിൽ ഒരു പൊളിയുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഉത്തരവിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഈ ഉത്തരവനുസരിച്ച് എന്ന് മുതൽ കൊടുത്തു തുടങ്ങുമെന്ന് പറയുന്നു, എന്നുകൊണ്ട് കൊടുത്ത് തീരുമെന്ന് പറയുന്നില്ല. ഈ ഉത്തരവ് 6-ാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ, 6/3 വെച്ച് ഇറങ്ങിയിട്ടുള്ള ഉത്തരവിൽ 5-6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ഓക്കെ. പക്ഷെ ഒരു കാര്യം പറയുന്നത് 2026-27 സാമ്പത്തിക വർഷം മുതൽ ആണ് പറയുന്നത്, മുതൽ ഇത് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി എത്ര കാലത്തേക്കാണ് കൊടുക്കുക? വിത്തിൻ ഏത് വർഷം കൊണ്ട് കൊടുത്തു തീർക്കും? വർഷത്തിൽ എത്ര എണ്ണം കൊടുക്കും? വർഷത്തിൽ 1 കൊടുക്കുന്നതെങ്കിൽ 8 വർഷം വേണം. വർഷത്തിൽ 2 കൊടുക്കുന്നതെങ്കിൽ 4 വർഷം വേണം. വർഷത്തിൽ 4 കൊടുക്കുമെങ്കിൽ 2 വർഷം വേണം. ഇതെത്രയാണ് കൊടുക്കുക? പിന്നൊരു ഉടായ്പുണ്ട്. ഈ സർക്കാർ കഴിഞ്ഞ കുറേ ദിവസമായി ഫിനാൻസിൽ നിന്നിറങ്ങുന്ന എല്ലാ ഓർഡറിൻ്റെ ഒരു ഉടായ്പ്, അവസാനത്തെ ഒരു വരി കാണും. ഇത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് പിന്നെ ഇറക്കും. എന്ത് ഉത്തരവ്? എന്ത് വിശദമായ ഉത്തരവ്? 2026-27 സാമ്പത്തിക വർഷം തൊട്ട് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ തൊട്ട് കൊടുത്തു തുടങ്ങണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഉത്തരവ് ഇറങ്ങണ്ടേ? അപ്പോൾ ഇനി ഡീറ്റെയിൽഡ് ഉത്തരവ് പിന്നെ ഇറക്കാനിരിക്കുന്നു. ഇനി 4 ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഡീറ്റെയിൽ ഉത്തരവ് ഈ ഗവൺമെൻറ്റിന് ഇറക്കാൻ പറ്റുമോ? പറ്റാതെ കൊടുക്കുമോ? അപ്പോൾ വളരെ രസകരമാണ് കാര്യങ്ങൾ. വളരെ കൗതുകമുള്ളതാണ് നമ്മളുടെ സർക്കാർ ഉത്തരവുകൾ. ശരിക്ക് എൻ്റെ സംശയം, ബലമായ സംശയം, ഹൈക്കോടതിയിൽ ഒരു കേസ് കിടക്കുന്നു. ആ കേസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കേസ് പിൻവലിക്കാൻ, അല്ലെങ്കിൽ കോർട്ട് അലക്ഷ്യം വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോടതി സർക്കാരിനെതിരെ ഒരു വിധി വരാതിരിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു ഉത്തരവ് പോലെ ഇതിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായി ഈ ഉത്തരവിൽ തന്നെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യമാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറയുന്നില്ല. ഇതിനകത്ത് പറയുന്നത് 2026-27 സാമ്പത്തിക വർഷം മുതൽ അങ്ങോട്ട് 8 ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമെന്നാണ്. അപ്പോൾ ഇത് ആര് കൊടുക്കും? ഏത് ഗവൺമെൻറ് കൊടുക്കും? ജൂൺ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയ് കഴിഞ്ഞാൽ പുതിയ ഗവൺമെൻറ്റാണ്. അവർ കൊടുക്കുമോ? PF ലയിപ്പിക്കുമോ? ഇനി 4 വർഷം കൊണ്ടാണ് PF ലയിപ്പിക്കുന്നതെങ്കിൽ, അനുവദിച്ച് PF ലയിക്കുന്നതെങ്കിൽ, പിന്നെ 4 വർഷം കഴിഞ്ഞ് PF എടുക്കാൻ പറ്റുള്ളെങ്കിൽ 2026-ൽ ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവനുസരിച്ച് 26-34 മാത്രമേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവൻ്റെ അവസാനത്തെ ഇപ്പോഴുള്ള DA എടുക്കാൻ പറ്റുകയുള്ളൂ. എന്തൊരു വിരോധാഭാസമാണ്! എന്തിനാണ് DA വച്ചിരിക്കുന്നത്? DA വച്ചിരിക്കുന്നത് 6 മാസത്തിലൊരിക്കൽ വില സൂചിക അനുസരിച്ച് അവർക്ക് പണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആ കൺസെപ്റ്റ് തന്നെ മാറിയത് കൊണ്ട് പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷൻ VP ജോയിക്ക് പരിഗണിക്കാവുന്നത് DA കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തീരുമാനിക്കുന്നത് DAയും DR കൊടുക്കണ്ട. എന്തിന്? ഒരു വാർഷിക ഇൻക്രിമെൻറ്റ് 5%, 10% പറയുക. അത് ശമ്പള പരിഷ്കരണത്തോടൊപ്പം തന്നെ അങ്ങ് പറയുക. അത് 5 വർഷം കൂടുമ്പോൾ കൃത്യമായി അടുത്ത ശമ്പളം കൊണ്ട് കൊടുത്തു കൊടുക്കുക. അതൊരു 3%, 5% പറഞ്ഞാൽ മതി. കാരണം 3, 2, 5% ഒക്കെ തന്നെ ശരാശരി ഒരു വർഷത്തെ കിട്ടുന്ന DA-നത്തിൽ. അതുകൊണ്ട് ഒരു 5% ഇൻക്രിമെൻറ്റ് എല്ലാ വർഷവും പുതിയ സാമ്പത്തിക വർഷം കയറുമ്പോൾ 5% ഇൻക്രിമെൻ്റ് ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി. ഈ തട്ടിപ്പ് അവസാനിപ്പിക്കുക. ഇത് DA കൊടുക്കാം, DR കൊടുക്കാമെന്ന് പറയുകയും പഴയ 2 DR പെൻഷൻകാർക്ക് കൊടുക്കാതിരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് DA കൊടുക്കാമെന്ന് ഉത്തരവിറങ്ങിയാലും ഇങ്ങനത്തെ ഉത്തരവുകൾ ഇറക്കുന്നത് ഗുണകരമല്ല. എന്നാലും ഒരു ഉത്തരവ് ഇറങ്ങിയല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കാം. പക്ഷേ അങ്ങനെ സന്തോഷിക്കുമ്പോഴും ക്ലാരിറ്റി ഇല്ലാത്ത, കൃത്യനിഷ്ഠയില്ലാത്ത, ഒരു ട്രാൻസ്പെറൻ്റ് ഇല്ലാത്ത, ഒരു ട്രൂത്ത്ലെസ് ആയിട്ടുള്ള ഉത്തരവാണ് ഫിനാൻസിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. എന്നും ഗവൺമെൻറ് ഇങ്ങനെ തന്നെയാണ്. ആദ്യം കുറേ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് കോവിഡ് കാലത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പറഞ്ഞിട്ട് ഇത് കൊടുക്കുന്ന തീയതി പറയാതെ ഏത് വർഷം മുതൽ എന്ന് പറഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ഓർഡർ ഇറങ്ങുമെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. ഗവൺമെൻറ്റും ഇതിലൂടെ എന്താണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നറിയില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഉദ്യോഗസ്ഥന്മാരെ പറ്റിച്ചിരിക്കുകയാണ്. ഉത്തരവിറക്കിയിട്ടും എന്ന്, എപ്പോൾ, എങ്ങനെ, ഏത് രീതിയിൽ കയ്യിൽ കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇനിയും വരേണ്ടതുണ്ട്. അടുത്ത ഓർഡറിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഓർഡറിലും എന്തെങ്കിലും 1-2 സെൻറ്റൻസ് എഴുതിയൊരു ഉത്തരവിറക്കിയിട്ട് വീണ്ടും അതിനകത്ത് എഴുതി വരുമോ? ഇനി അടുത്ത ഓർഡറിനായി കാത്തിരിക്കാൻ നമുക്കറിയില്ല. എന്തായാലും വളരെ രസകരമാണ് കാര്യങ്ങൾ, മനോഹരമാണ്. നമുക്ക് കാത്തിരുന്നു കാണാം. എന്ത് തന്നെ ആയിരുന്നാലും വളരെ നല്ല രീതിയിലുള്ള ഒരു ഉത്തരവിറങ്ങും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഉത്തരവ്
ഒരു ഉഡായിപ്പ് ഉത്തരവ് പോലെ വളരെ വേഗമായി കൊടുക്കാൻ തീരുമാനിച്ചു. 26-27 മുതൽ കൊടുക്കും, പിന്നെ ഉത്തരവ് വേറെ ഇറക്കാം, പുതിയ ഉത്തരവ് വേറെ ഇറക്കും എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. ആ ക്ലാരിറ്റിയോടുകൂടിയ ഒരു ഉത്തരവ് എന്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻസ് വകുപ്പിൽ നിന്ന് ഇറങ്ങിയില്ല എന്നൊരു ചോദ്യം ജീവനക്കാർ ഉന്നയിക്കുന്നുണ്ട്. ന്യായീകരണ തൊഴിലാളികളും ക്യാപ്സൂൾ കഴിക്കുന്നവർ ഒഴിച്ച് എല്ലാവരും ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അവരും ഉള്ളിൽ ഞാനിപ്പോൾ എന്നെ എത്രയോ നേതാക്കളും അണിയാളുമായിട്ടുള്ള പാർട്ടിക്കാരായിട്ടുള്ള KGOയിലും NGO യൂണിയനിലൊക്കെ എത്രയോ പേര് എന്നെ വിളിക്കുന്നു, മെസ്സേജ് ഇടുന്നു. സാറ് പറയുന്നത് കറക്റ്റാണ്, ഞങ്ങൾക്ക് സംഘടനയെ പറയാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പരസ്യമായി പറയാൻ പറ്റത്തില്ല, എങ്കിൽ ഞങ്ങൾക്ക് തല്ല് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറി കിട്ടും, അതുകൊണ്ട് ഞങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് പോലും ഇടാൻ പറ്റത്തില്ല, അതുകൊണ്ട് സാറ് പറയുന്നത് 100% കറക്റ്റാണെന്ന് അവർ പറയുന്നു. എന്തായാലും ഈ ഓർഡർ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൽ അവസാനം പറയുന്ന സെൻറ്റൻസ് അനുസരിച്ച് അടിയന്തരമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എപ്പോൾ എങ്ങനെ എത്ര അളവിൽ DA കൊടുക്കും, DR എന്ന് കൊടുക്കുമെന്ന് വളരെ കൃത്യമായ മാസങ്ങൾ വെച്ചുകൊണ്ട്, ഡേറ്റ് വെക്കാൻ പറ്റത്തില്ല, മാസങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു ഉത്തരവിനാണ് സർക്കാർ ഉദ്യോഗസ്ഥർ കാത്തിരിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ഇറങ്ങുന്ന ഉത്തരവുകളൊന്നും യാതൊരു അർത്ഥവും സെൻസിബിലിറ്റി ഇല്ലാത്ത ഉത്തരവുകളാണ്. ഇത് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ്. അത് പോരാ, സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായ ഉത്തരവാണ് ആവശ്യം. ആ ഉത്തരവ് ഇറക്കുമോ ഫിനാൻസ് വകുപ്പ് ഈ ഇലക്ഷൻ മുമ്പേ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ ഇലക്ഷനിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഉത്തരവുകളും എടുത്തുകൊണ്ടാണ് സർവീസ് സംഘടനകൾ ആളുകളെടുത്ത് പോകുന്നതെങ്കിൽ അവർ പ്രകടനത്തിനൊക്കെ വരും, മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ ഉള്ളിൽ അവർ തീർച്ചയായിട്ടും ബാലഗോപാലിനെ തെറി പറയുകയായിരിക്കും. അതുകൊണ്ട് വളരെ കൃത്യമായി ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. കൃത്യമായൊരു ഉത്തരവ്, സൂക്ഷ്മതലത്തിൽ വിശദാംശങ്ങളടങ്ങിയ ഉത്തരവ് വളരെ താമസിയാതെ ഇറങ്ങുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഉഡായിപ്പ് ഉത്തരവ് അതുവരെ നിലനിൽക്കട്ടെ. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരിക്കൽ കൂടി നന്നായി സ്നേഹിച്ചും കൊല്ലാം, ദ്രോഹിച്ചും കൊല്ലാം. ഇവിടെ സ്നേഹിച്ച് കൊന്നിരിക്കുകയാണ്.